ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കാണിക്കുന്നത്. വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമ്മൾ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണേ, എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നല്ല നെയ്യാണ് ചേർത്ത് കൊടുത്തത്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു അരമുറി തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം തന്നെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വറുത്ത് കൊടുക്കാം. തേങ്ങ വറുത്തിട്ട് ഡ്രൈ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഒരു നനവിലെ അതൊന്ന് വിട്ട് കിട്ടുന്നത് വരെ ഒന്ന് നമുക്കിതൊന്ന് വറുത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ലൈക്ക് അടിക്കണേ, എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണേ, ഒരു ഹാർട്ടോ സ്മൈലോ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടാൽ മതി. തേങ്ങ ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ തേങ്ങ ചിരവിയ ആ ഒരു പ്ലേറ്റിലേക്ക് തന്നെയാണ് മാറ്റി കൊടുക്കുന്നത്. ഇനി അതേ പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ല നെയ്യ് ചേർക്കുന്ന ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ ചേർത്ത് കൊടുക്കട്ടോ. വെളിച്ചെണ്ണ തന്നെ വേണമെന്നില്ല. കാഷ്യൂ ചേർത്ത് കൊടുക്കുക, അതുപോലെ തന്നെ റൈസൻസും ചേർത്ത് കൊടുക്കുക. രണ്ടും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലോണം തന്നെ ഗോൾഡൻ കളറായി വരുന്നത് വരെ ഒന്ന് വറുത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറിയ വലിയുള്ളിൻ്റെ പകുതി ഭാഗം ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നല്ലോണം തന്നെ കൊടുക്കുക. ഇതിന്ന് ഗോൾഡൻ കളറായിട്ട് മാറണം കേട്ടോ. അതുവരെ ഒന്ന് വറുത്ത് കൊടുക്കാം. നെയ്യ് പോരെങ്കിൽ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കുക നിങ്ങൾക്ക്. ഉള്ളി ഒന്ന് കളറ് മാറി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം തന്നെ മിക്സ് ആക്കി കൊടുക്കുക. ഇതിൽ വേറെ സാധനങ്ങൾ ചേരാനുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇത്രയും പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നല്ലോണം തന്നെ മിക്സ് ആക്കി കൊടുക്കുക. ഈ ഒരു മുട്ടൻ്റെ കൂട്ട് ഈ ഒരു ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഉള്ളി നല്ലോണം ഒന്ന് കളർ മാറി വന്നിട്ട് കേട്ടോ, ഒരു ഗോൾഡൻ കളറായിട്ടും വന്നിനു. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലോണം തന്നെ മിക്സ് ആക്കി കൊടുക്കാം. അതൊന്ന് മിക്സ് ആക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് കരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എള്ളല്ല കേട്ടോ, കരിഞ്ജീരകമാണ്. പിന്നെ കരിഞ്ജീരകം ചേർത്ത് കൊടുത്താൽ കയ്പ്പ് രസം അടിക്കില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. പക്ഷേ കയ്പ്പ് രസം അടിക്കില്ല കേട്ടോ. എല്ലാ ഫുഡിനും നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഏത് ഫുഡിനും ചേർത്ത് കൊടുത്താൽ. അപ്പോൾ നല്ലോണം തന്നെ മിക്സ് ആക്കിയതിന് ശേഷം ഇത് കുറച്ചൊന്ന് ടൈറ്റായിട്ട് വരും കേട്ടോ. അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ വറുത്ത് വെച്ച തേങ്ങ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം തന്നെ മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇത് കുഴഞ്ഞ പോലെ ആട്ടോ ഉണ്ടാവുക, കുഴപ്പമില്ല. അത് പഞ്ചസാര അരിഞ്ഞ് വരുന്നതാണ് കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഇത് നല്ലോണം തന്നെ മിക്സ് ആക്കി കൊടുക്കുക. അങ്ങനെ അന്ന് വേണ്ടത് കുറച്ചൊരു കുഴഞ്ഞ പോലെയാണ് കേട്ടോ വേണ്ടത്. ഇനി അത് അവിടെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു പഴം വേണം. ഒരു പഴം കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അത്യാവശ്യം നല്ലോണം തന്നെ പഴുത്ത പഴമാണ് കേട്ടോ ഞാൻ എടുത്തത്. ഇനി ഇത് നമുക്ക് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ വരട്ടെടുത്തതിന് ശേഷം ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് കണ്ടില്ലേ, ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പഴം ഈ ഒരു മുട്ടൻ്റെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. പഴം ഒന്ന് വാടി വരുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കാം. പഴം ഒന്ന് നല്ലോണം തന്നെ വാടി വന്നോട്ടെ, അതുവരെ ഇളക്കി കൊടുക്കട്ടോ. പഴം ഇവിടെ നല്ലോണം തന്നെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം.
ഇനി നമുക്ക് വേണ്ടത് പൊറാട്ട ആണ്. രാവിലെ നമ്മൾ ചുട്ടതിൻ്റെ ബാക്കി എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിനെ കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ 3 പൊറാട്ട ഉണ്ട്. ഇത്രയും പൊറാട്ട എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ബാക്കിയുള്ള സാധനത്തിൻ്റെ അളവൊക്കെ കൂട്ടി കൊടുത്താൽ മതി. ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങളെ കയ്യിൽ പൊറാട്ട ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ബാക്കി വന്ന പുട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കൊണ്ട് ചെയ്തെടുക്കാം. ഇത് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. നല്ലോണം അരയേണ്ട ആവശ്യമില്ല, ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. 1-2 കറക്കൽ കറക്കുമ്പോൾ തന്നെ ഇത് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ പൊടിച്ചെടുത്ത ഈ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ പഴവും അതുപോലെ തന്നെ മുട്ടയും ആക്കി വെച്ചല്ലോ, അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തന്നെ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും ഈ ഒരു പഴത്തിൻ്റെ കൂട്ട് പൊറാട്ടൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണേ. നല്ലോണം തന്നെ മിക്സ് ആക്കണം. കുറച്ച് നേരം തന്നെ ഫ്ലെയിം ഓൺ ആക്കിയിട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇത് കുറച്ച് നേരം തന്നെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ പൊറാട്ടൻ്റെ മിക്സ് ഇവിടെ ആയിട്ടുണ്ട്. ഇത്രയും മതിയാവും. കുറച്ച് നേരം തന്നെ ഇതേപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് എന്താണെന്ന് ടേസ്റ്റ്, കട്ടൻ ചായ ഇതും കൂടി കൂട്ടി കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പം ബാക്കി വന്ന പൊറാട്ട കളയാണ്ട് കേട്ടോ, ഇതേപോലെ ചെയ്താൽ മതി. എന്തായാലും കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പം ഇത് മുഴുവനായിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ആ പഴത്തിൻ്റെ ടേസ്റ്റൊക്കെ വരുന്ന സമയത്ത് നല്ല ടേസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയിക്കണേ. അപ്പോൾ ഇതേപോലത്തെ വെറൈറ്റി വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടമാകുന്ന പോലെ ഒന്ന് കണ്ടു നോക്കിട്ടോ, എന്തായാലും നിങ്ങൾക്ക് ഉപകാരമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമൻറ്റ് വിടണേ.